ജോബ് എടുത്താൽ ജോലി കിട്ടുമോ, ഇതൊക്കെ യൂസ്ഫുൾ ആണോ, ഇതെല്ലാം സ്കാം ആണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഒരു ഓൺലൈൻ കോഴ്സിലൊക്കെ എൻറോൾ ചെയ്യാമെന്ന് ആഗ്രഹിച്ചപ്പോൾ. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക. ഒരു കഥയുണ്ട്. കോഴിക്കോട് നമ്മുടെ ഒരു സഹോദരി, ഭർത്താവ് പുറത്താണ്, 2 കുട്ടികളുണ്ട്, വീട്ടിലെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും പുള്ളിക്കാരുടെ തലയിലാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു കോളേജിൽ പോയി പഠിക്കാൻ കഴിയുക? അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചു, തിരിച്ച് റിവൈവ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ആ ഒരു ഏജ് കടന്നുപോയി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരാൾ തൻ്റെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോവുക? ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഓൺലൈൻ കോഴ്സ് ചെയ്യാൻ തീരുമാനമെടുത്തിട്ട് നമ്മൾ എപ്പോഴും സെക്കൻഡ് തോട്ട്സ് വെക്കും അല്ലേ. നമ്മൾ നമ്മുടെ കൂട്ടുകാരോടും കുടുംബക്കാരോടും ചോദിക്കുകയാണ്, ഒരു ഓൺലൈൻ കോഴ്സ് എടുത്താൽ എനിക്ക് ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ നമ്മൾക്ക് കേൾക്കാൻ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊന്നും ഒരു ഗുണമില്ല, ഇതൊക്കെ ഒരു ക്ലാസ്സാ, അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്, ചുമ്മാ അതിനൊന്നും ഒരു വാലിഡിറ്റി ഇല്ല എന്ന് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താവും? ഡൗട്ട്സ് ഉണ്ടാവും. സെൽഫ് ഡൗട്ടും കുറേ റിസർച്ചുമായിട്ട് എഗെയിൻ നമ്മൾ പഴയ ജീവിതം ഒരു മാറ്റവും ഇല്ലാണ്ട് മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് അവരുടെ ടാലന്റ് മുന്നിലോട്ട് കൊണ്ടുവരാതെ, അവരുടെ സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റാതെ, അവരാഗ്രഹിച്ച ഒരു കരിയർ ചൂസ് ചെയ്യാൻ പറ്റാതെ, അതിനുള്ള പ്രോപ്പർ ട്രെയിനിങ് കിട്ടാതെ ഒരുപാട് സ്റ്റക്കായി കിടക്കുന്നവർക്കുള്ള ഒരു സൊല്യൂഷനാണ് ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഓൺലൈൻ ലേണിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ? നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ, അല്ലെങ്കിൽ പാർട്ട് ടൈം എഡ്യൂക്കേഷൻ ഇഗ്നോയിലൊക്കെ പണ്ട് മുതലേ കൊണ്ടുവരുന്നതാണ്. എങ്ങനെയാണ്? നമുക്ക് സെറ്റ് ഓഫ് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നു, നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നു, വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ ഒരു സെമസ്റ്ററിന്റെ സമയത്ത് ഒരു പ്രാവശ്യം ഒരു ഓഫ്ലൈൻ ഡിസ്കഷൻ പോലെ ക്ലാസ് വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കാണും. പക്ഷേ എല്ലാം നമ്മൾ തനിയാണ് ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ട് ടെക്നിക്കലായിട്ട് നമുക്ക് വന്ന ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ പുരോഗതികളെയൊക്കെ മിങ്കിൾ ചെയ്തിട്ടാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എഡ്യൂക്കേഷൻസ് റെഡിയാക്കുന്നത്. പ്രോപ്പർ ക്ലാസ്സസ്, ലൈവ് സെഷൻസ്, റെക്കോർഡിംഗ് ക്ലാസ്സസ്, അസൈൻമെന്റ്സ്, അസിസ്റ്റൻസോടുകൂടി മെന്റർഷിപ്പോട് കൂടിയാണ് നിങ്ങൾക്ക് ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ അതിന് വാലിഡിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ IIT, IIM, അമൃത അങ്ങനെയുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എന്തുകൊണ്ടായിരിക്കും അവർ ഓൺലൈൻ ഡിഗ്രി ലോഞ്ച് ചെയ്തിട്ടുണ്ടാവുക? ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അറ്റ് എ ഹോം കോളേജ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ലേണിംഗ് സെറ്റപ്പാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുന്ന കോഴ്സസ് ലൈവ് അല്ലെങ്കിൽ റെക്കോർഡ് സെഷനിലൂടെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കൃത്യമായിട്ടുള്ള അസസ്മെന്റും മെന്റർഷിപ്പും ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനും ആ സ്കിൽ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാനും കഴിയുന്നതാണ്. ഇനി കുറച്ച് പേർക്കൊരു തെറ്റായ ധാരണയുണ്ട്, ഓൺലൈൻ ലേണിംഗ് എടുത്തു കഴിഞ്ഞാൽ ചുമ്മാ ക്യാഷ് കൊടുത്താൽ മതി നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ളത്. അതൊട്ടും ശരിയായ കാര്യമല്ല. നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിശ്വസിച്ച് വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്ന ഒരാൾ ഒരു പ്രോപ്പറായിട്ട് ട്രെയിനിങ് ഇല്ലാതെയോ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഇല്ലാതെ എന്തെങ്കിലും പറഞ്ഞു തരാൻ വന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടേക്ക് ജോയിൻ ചെയ്യോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുമ്പോൾ അവരുടെ ക്രെഡിബിലിറ്റി ആൻഡ് അവർ തരുന്ന സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ വേണം, പക്ഷേ ടൈമില്ല. അല്ലെങ്കിൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം, ഫാമിലി കൺസ്ട്രെയിൻസ് ഉണ്ട്, കരിയർ ഗ്യാപ്പ് ഉണ്ട്, എവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾക്കറിയില്ല. ഇങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഓൺലൈൻ ലേണിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മുടെ കരിയർ ഗ്യാപ്പ് മിക്കപ്പോഴും വന്നിട്ടുണ്ടാവുക നമ്മളൊരു അമ്മമാരായി കഴിഞ്ഞ സമയത്തായിരിക്കും. ആ ഒരു ടൈമിൽ നമുക്ക് പ്രോപ്പറായിട്ട് എന്തായിരിക്കും നമുക്ക് ഫിനാൻഷ്യലി നമ്മുടെ ഫാമിലിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കായി എടുത്തുനിന്ന് നിങ്ങളുടെ ഡ്രീംസിനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ഫ്രീഡം കിട്ടുക, ഡിഗ്നിറ്റി കിട്ടുക, റെസ്പെക്റ്റ് കിട്ടുക, അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടുക, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മോണ്ടിസറി എന്ന് പറയുന്നത്. ടീച്ചിങ് പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ നമുക്ക് ഒരു ഏജ് ബാരിയർ ഇല്ല, അതുപോലെ നിങ്ങൾക്ക് ടൈം കൺസ്ട്രെയിൻസ് ഇല്ല. നിങ്ങൾ ഏതുവരെയാണ്, ഡിഗ്രി ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല, +2 ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിന് എൻറോൾ ചെയ്യാവുന്നതാണ്. പ്രോപ്പർ മെന്റർഷിപ്പ് അതുപോലെ അസസ്മെന്റ്സിലൂടെയാണ് പോകുന്നത്. മെറ്റീരിയൽ ക്ലാസ്സസ് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് 3 സെന്റേഴ്സ് ആണ് അതിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ചൂസ് ചെയ്തിട്ടാണ് നിങ്ങളൊരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് മോണ്ടിസറി ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഏജ് ഗ്യാപ്പ് ഇല്ല നിങ്ങൾക്ക്. ഒരു വർക്ക് ടൈം എന്ന് പറയുന്നത് ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള വർക്ക് ടൈം ആയിരിക്കും. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്ക് ടൈംസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മോണ്ടിസറി ഹോം ട്യൂട്ടേഴ്സിന് വളരെ ഡിമാൻഡാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് എവിടെ വേണമെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യാം. അതുപോലെ കരിയർ ഗ്യാപ്സും ഒട്ടും പ്രശ്നമല്ലാതെ വരുന്നൊരു ഫീൽഡാണ് ടീച്ചിങ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി മോണ്ടിസറി.
ടീച്ചേഴ്സിന് റെസ്പെക്റ്റ് ഉണ്ട്, ജോബ് സ്റ്റെബിലിറ്റി ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്. സ്പെഷ്യലി മോണ്ടിസറി ടീച്ചേഴ്സിന് ഡിമാൻഡ് വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് ഇപ്പോൾ. 5 വർഷം കഴിഞ്ഞ് കരിയറിൽ തിരിച്ച് റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അമ്മ, കോൺഫിഡൻസ് കുറവാണ്, അല്ലെങ്കിൽ എൻ്റെ ടാലൻറ്റ് ഇപ്പോൾ എനിക്ക് ആ പഴയ സ്കിൽ അതുപോലെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ തീരുമാനം എടുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ലൈറ്റായിട്ട് വരുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് മോണ്ടിസറി ടീച്ചർ ആവുക എന്ന് പറയുന്നത്. ക്യാരിയിങ് യുവർ ചൈൽഡ് ആൻഡ് ക്യാരിയിങ് എ ക്ലാസ് റൂം ജസ്റ്റ് നീഡ് വൺ തിങ്, ദാറ്റ്സ് യുവർ ഹേർട്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഗ്രെയിൻ ആയിട്ട് തന്നെ ഉണ്ട്. ആരെങ്കിലും ഓൺലൈൻ കോഴ്സ് നോക്കുന്നു, അത് യൂസ്ഫുൾ ആണോ എന്നുള്ള ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയൻ, ഇഫ് യു ലവ് ടീച്ചിങ്, ഇഫ് യു ലവ് ടു ബി എ ഡിഗ്നിഫൈഡ് ടീച്ചർ, നിങ്ങൾക്ക് കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മോണ്ടിസറി TTC എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് സ്റ്റാർട്ടായിട്ട് മാറും. കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതുപോലെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഡൗട്ട്സ് എന്താണ്, അതുപോലെ തന്നെ മോർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോണ്ടിസറി ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് അറിയാൻ സ്റ്റേ ട്യൂൺഡ്.